ഹിജാബിനെതിരായ സമരത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന യശ്പാൽ സുവർണയാണ് ഉടുപ്പിയിലെ തവണത്തെ ബിജെപിയുടെ സ്ഥാനാർത്ഥി. ഉടുപ്പിയിൽ ഹിജാബ് തെരഞ്ഞെടുപ്പ് വിഷയമല്ലെന്ന് യശ്പാൽ സുവർണ ന്യൂസ് 18നോട് പറഞ്ഞിട്ടുണ്ട്. വിവാദമുണ്ടാക്കിയത് സാമൂഹ്യവിരുദ്ധ ശക്തികളാണെന്നും കോളേജ് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തം മാത്രമാണ് താൻ അന്ന് നിർവഹിച്ചത് എന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. കർണാടകത്തിൽ, പ്രത്യേകിച്ച് തീരദേശ കർണാടകയിൽ ഹിന്ദുത്വ അജണ്ടയുടെ ഏറ്റവും വലിയ പരീക്ഷണശാലയാണ് ഉടുപ്പി. ബിജെപിക്കും RSS ഉൾപ്പെടെയുള്ള ഹിന്ദുത്വ സംഘടനകൾക്കും കാലങ്ങളായി ശക്തമായ വേരുകളുള്ള മണ്ണ്. 1968 ദക്ഷിണേന്ത്യയിൽ ജനസംഘം ആദ്യമായി ഭരണം പിടിച്ച മുനിസിപ്പാലിറ്റി ഉടുപ്പിയായിരുന്നു. രാജ്യത്തെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഹിജാബ് വിവാദത്തിന്റെ പേരിലാണ് ഉടുപ്പി സമീപകാലത്ത് വാർത്തകളിൽ നിറഞ്ഞത്. ഉടുപ്പി PU കോളേജിൽ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിനികളെ ക്ലാസ്സിൽ കയറാൻ അനുവദിക്കാതിരുന്നതോടെയാണ് വിവാദത്തിന്റെ തുടക്കം. നടപടിക്കെതിരെ വിദ്യാർത്ഥിനികൾ പ്രതിഷേധിച്ചു. പിന്നീട് മറ്റു കോളേജുകളിലും സമാന പ്രതിഷേധം അരങ്ങേറി. ഹിജാബ് വിരുദ്ധ സമരത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന BJP നേതാവാണ് യശ്പാൽ സുവർണ. യശ്പാലാണ് ഉടുപ്പിയിലെ തവണ BJP സ്ഥാനാർത്ഥി. ഉടുപ്പിയിലെ സർക്കാർ പ്രീ യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു ഹിജാബ് വിവാദം അരങ്ങേറിയത്. സംഭവം നടക്കുമ്പോൾ കോളേജ് ഡെവലപ്മെന്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റായിരുന്നു യശ്പാൽ സുവർണ. ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യശ്പാൽ സുവർണ ഉടുപ്പിയിൽ ഹിജാബ് വിവാദം തെരഞ്ഞെടുപ്പ് വിഷയമല്ലെന്ന് ന്യൂസ് 18നോട് പ്രതികരിച്ചു. കോളേജ് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഉത്തരവാദിത്തമാണ് നിറവേറ്റിയതെന്നും യശ്പാൽ. You are the face of anti-hijab campaign. Is hijab a pole issue in Karnataka, especially in Udupi? No, I am into BJP. I was my responsibility in that college as a vice president. So being a vice president of the college, it is my duty. Because uniform is student must we have this one frame the rules and regulation for each and every student. There should be no discrimination between students, poor, rich, caste and religion. So that the rules framed by the college every student should follow. In that case, we were against the hijab. So it's not a pole issue, right? Not an issue. It is not also issue. Also, it is an issue created by some other anti-social element activity association to divert the attention of the students, poor students who are coming throughout the 5 district of the coastal Karnataka. 3 തവണ MLA ആയിരുന്ന K. രഘുപതി ഭട്ടിനെ മാറ്റിയാണ് ഇത്തവണ യശ്പാലിനെ BJP സ്ഥാനാർത്ഥിയാക്കിയത്. സീറ്റ് നിഷേധിച്ചതിൽ അതൃപ്തി പരസ്യമാക്കിയ രഘുപതി ഭട്ട് പ്രചാരണത്തിൽ സജീവമാണ്. ഉടുപ്പിയിൽ നിന്ന് KP ധനേഷിനൊപ്പം ER രാഗേഷ്, ന്യൂസ് 18.